കരിക്കുന്നത്. അസൂയാലുവായവൻ ലെവിയഥാനോട് ചേർന്നിട്ടാണ് അസൂയപ്പെടുന്നത്. അപ്പോൾ അവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവനെങ്ങനെയാണ് നന്മ ലഭിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസക്തികളില്ലാതെ, മൂലപാപങ്ങളുടെ ബന്ധനങ്ങളില്ലാതെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. മൂലപാപങ്ങളുടെ ബന്ധനങ്ങളില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. എൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന പ്രാർത്ഥനകൾ പോലും അഹങ്കാരത്തിന് കാരണമാകുന്ന അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്. ആത്മീയമായ അഹങ്കാരം, പ്രാർത്ഥന പോലും അഹങ്കാരം. ഞാനൊരു വൈദികനായതിന് ഒരഹങ്കാരമായി ഞാൻ കണക്കാക്കിയാൽ അതെൻ്റെ പതനത്തിന് കാരണമാകും. ഞാൻ ധ്യാനപ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു അഹങ്കാരത്തിന് കാരണമായി അതെൻ്റെ പതനത്തിന് കാരണമാകും.